പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. സിവിൽ സർവീസൊക്കെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലെത്തുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയത്തിലൊരു ഔന്നത്യം, പെട്ടെന്ന് തന്നെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പദവികളൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ചും അവരുടെ മുൻഗാമികൾ IAS-ഉം IPS-ഉം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ആളുകൾ നേടുന്ന ഒരു നേട്ടം കണ്ട് ആഗ്രഹിച്ച് മോഹിച്ചൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് അവരിൽ പലരും പറയും രാഷ്ട്ര സേവനത്തിന് വേണ്ടിയാണ് തങ്ങളുടെ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് വരുന്നതൊക്കെ എന്നതൊക്കെ പറയുമെങ്കിലും അത്യന്തമായ ലക്ഷ്യം രാഷ്ട്രീയം അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള പദവികൾ MLA പദമോ മന്ത്രി പദമോ ഒക്കെ നൽകുന്ന ഒരു അഡ്വാൻറ്റേജും സമൂഹത്തിൽ അവർ കിട്ടുന്ന വിലയും പദവികളുമൊക്കെ തന്നെയാണ് ഈ IAS-ഉം IPS-ഉം ഒക്കെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ വരുന്നതിനുള്ള പരമപ്രധാനമായ കാര്യം. പക്ഷെ അതൊന്നും കിട്ടിയില്ലെങ്കിൽ ചിലരൊക്കെ വയലൻ്റ് ആവും, അല്ലെങ്കിൽ അവരുടെ സ്ഥലകാല ബോധം നഷ്ടപ്പെടും, ചിത്തഭ്രമം പിടിക്കും എന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ് എന്ന് തോന്നുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു മകുടോദാഹരണം പാലക്കാട് സരണിൽ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളും പ്രയോഗങ്ങളും വാക്കുകളുമൊക്കെ അദ്ദേഹത്തിന് എന്തോ പറ്റിയതുപോലെയായിരുന്നു. അദ്ദേഹത്തിന് പാലക്കാട് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പിന്നെ അദ്ദേഹം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ പരാജയവുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒക്കെ കോപ്രായങ്ങൾ കാണുമ്പോൾ എന്തോ നിരാശ ബാധിച്ചു എന്ന തരത്തിലായിരുന്നു. അതിൻ്റെ ഒരു ബാക്കി രൂപം നമ്മൾ തമിഴ്നാട്ടിൽ കാണുകയാണ്. തമിഴ്നാട്ടിൽ അണ്ണാമല എന്ന് പറയുന്ന BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹവും സിവിൽ സർവീസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലോട്ട് വന്ന ആളാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോയമ്പത്തൂരിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും തൊട്ടടുത്ത DMK സ്ഥാനാർത്ഥിയുടെ 1,18,000 പരം വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹത്തിന് വലിയ ഒരു ഇടിച്ചിലാണ് സംഭവിച്ചത്. കാരണം തമിഴ്നാട്ടിൽ BJP വളരെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അണ്ണാമലൈ കേന്ദ്രമന്ത്രിയാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും ഉണ്ടായില്ല. കാരണം കേരളത്തിൽ നിന്ന് തന്നെ വളരെ മോഹിച്ച് ദാഹിച്ച് ഒക്കെ മത്സരിച്ച് വിജയിച്ച നമ്മുടെ സുരേഷ് ഗോപിക്കൊക്കെ പടവലങ്ങ വികസന വകുപ്പാണ് കൊടുത്തത്. അങ്ങനെ അപ്പോൾ പിന്നെ ഇദ്ദേഹത്തെ പരിഗണിക്കാൻ ഒട്ടും തരവുമില്ല. അങ്ങനെ പരാജിതനായി ആകെ വണ്ടറടിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ കുറച്ച് അഭ്യാസങ്ങളുമായി നമ്മുടെ അണ്ണാമലൈ വീണ്ടും രംഗത്തുനിന്നത്. മറ്റൊന്നുമല്ല, അദ്ദേഹം സ്റ്റാലിൻ സർക്കാരിനെ താഴത്ത് ഇറക്കുന്നത് വരെ അദ്ദേഹം ഒരു വ്രതം അനുഷ്ഠിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആ വ്രതത്തിന് മുന്നോടിയായിട്ട് അദ്ദേഹം കോയമ്പത്തൂരിലെ വീട്ടിന് മുന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ചാട്ടവാറടിക്കുന്ന രംഗം ഇന്നലെ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചാനലുകളൊക്കെ സംപ്രേഷണം ചെയ്തതാണ്. അതിൽ അദ്ദേഹം കുറേ അണികളെ ഇങ്ങനെ പിറകിൽ നിരത്തി നിർത്തുന്നു, 6 പ്രാവശ്യം ചാട്ടവാറടിക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ മറ്റേ സിനിമയിൽ കാണുന്നത് പോലെ അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയുന്നത് പോലെ കുറേ അണികൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ ഓടി വന്നു അയ്യോ അണ്ണ അടിക്കല്ലേ, അയ്യോ അണ്ണ അടിക്കല്ലേ എന്ന് പറഞ്ഞ് അണ്ണാമലയെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അണ്ണാമല ചാട്ടവാർ അടി നിർത്തുന്നു. സ്വന്തം ശരീരത്തിലോട്ട് ചാട്ടവാർ അടിച്ച് അദ്ദേഹം സ്റ്റാലിൻ ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കുന്നതാണ് കണ്ടത്. പക്ഷേ ഒരു 6 അടി അടിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന അണികൾ വന്ന് അയ്യോ അണ്ണ അടിക്കല്ലേ, അയ്യോ അണ്ണ അടിക്കല്ലേ എന്ന് പറഞ്ഞ് സ്റ്റാലിനെ നമ്മുടെ അണ്ണാമലയെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അണ്ണാമലയെ ചാട്ടവാർ പ്രയോഗം നിർത്തുന്നു. മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഇനി സ്റ്റാലിനെ അധികാരത്തിൽ നിന്ന് BJP പുറത്താക്കുന്നവരെ അദ്ദേഹം പാദരക്ഷ ധരിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ അവസ്ഥയും രാഷ്ട്രീയ അവസ്ഥയും വെച്ച് അദ്ദേഹത്തിന് മരിക്കുന്നത് വരെ ഇനി ഒരിക്കലും പാദരക്ഷ ധരിക്കേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. കാരണം സ്റ്റാലിൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ ഉപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. ഈ അവസരത്തിൽ BJP-ക്ക് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല DMK-യുടെ പ്രധാന എതിരാളിയായ AEDMK പല കഷ്ണങ്ങളായി തിരിഞ്ഞിരിക്കുന്നു. അവർ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ശക്തിയല്ല, മറ്റൊരു ശക്തിയായി അവിടെ ഉയർന്നു വരാൻ സാധ്യതയുള്ളത് വിജയുടെ പാർട്ടിയാണ്. പക്ഷേ പെട്ടെന്ന് എങ്ങനെയെങ്കിലും അധികാരത്തിന് വരാനുള്ള ഒരു രാഷ്ട്രീയ ഊർജവും ഒക്കെ ആ പാർട്ടിക്ക് ഉണ്ട് എന്ന് കരുതുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ അണ്ണാമലയുടെ ഇത്രയും പ്രഹസനങ്ങൾക്കൊക്കെ കാരണം ഒരുപക്ഷെ വിജയ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ മുന്നോട്ട് വരും, ഒരുപക്ഷെ സ്റ്റാലിന് എതിരാളിയായി തീരും എന്ന രീതിയിലുള്ള ചില ധാരണകളായിരിക്കാം, അല്ലെങ്കിൽ മുൻവിധികളായിരിക്കാം ഇത്തരം സിനിമാ സ്റ്റൈല് പ്രതിഷേധങ്ങളുമൊക്കെയായി അണ്ണാമലയ്ക്ക് മുന്നോട്ട് പോകാൻ പ്രകടമാകുന്നത്. പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തലിൽ അണ്ണാമലയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ ശക്തിയാകുന്ന ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. കാരണം മോഡി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന സമയങ്ങളായിരുന്നു ഇത്. ഇനി അത് കുറഞ്ഞ് തന്നെ വരും. അതിൻ്റെ പരമാവധി വോട്ടുകൾ അത്
കവർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ മോഡി എന്ന് പറയുന്ന ഇമേജിനെ കവർ ചെയ്തുകൊണ്ട് BJP പരമാവധി നേടാവുന്ന വോട്ടുകൾ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ നേടിക്കഴിഞ്ഞു. ഇനി ഇതിനപ്പുറം ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും BJPക്ക് നേട്ടം ഉണ്ടാകും എന്ന് വിലയിരുത്തുവാൻ കഴിയില്ല. പക്ഷേ ചില വേലത്തരങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും. ജാതീയവും മതപരവുമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, സമൂഹത്തിൽ അന്തർചിത്രതകളൊക്കെ ഉണ്ടാക്കി വളരാനുള്ള ശ്രമങ്ങൾ നടത്തുമെങ്കിലും ഇതിനപ്പുറം ഒരു വളർച്ച BJPക്ക് ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഉണ്ടാകും എന്ന് കരുതുക തരമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത്, ഇന്ത്യയിൽ ആകമാനം സംഘികൾക്ക് ഏകദേശം ഇത്തരം ചിത്തഭ്രമങ്ങൾ പിടിച്ചൊരവസ്ഥയാണ് കാണുന്നത്. ഇന്നലെയൊക്കെ ക്രിസ്മസ് കരോൾ നടക്കുന്ന പള്ളികളിലൊക്കെ പാഞ്ഞു കയറി ക്രിസ്മസ് കരോൾ നിർത്തിവെച്ചിട്ടിപ്പോൾ ഇവിടെ ശ്രീരാമനവമി ആഘോഷിക്കണമെന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കഴിഞ്ഞു. അങ്ങനെ ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായി. ഡിസംബർ 25-ന് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ അവിടെ ശ്രീരാമ ഭജന പാടുന്ന ഒരു ഗായികയോട് ഈ ഭജനയിലെ ഈശ്വര അല്ലാ തേരേ നാം എന്ന ഭാഗം പാടിയതിന് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അല്ലാ എന്ന പദം പോലും സംഘികൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത തരങ്ങളായ ചിത്തഭ്രമങ്ങളുമായി ഭാരതത്തിൻ്റെ പൊതുസമൂഹത്തിൽ സംഘികൾ ഇങ്ങനെ പരിലസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയാണുള്ളത്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ദയവായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.